രാവിലെ എഴുന്നേക്കുക, കുളിച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് എങ്ങനെയെങ്കിലും ട്രാഫിക് എല്ലാം ഓവർകം ചെയ്ത് ഓഫീസിലെത്തണം. ഓഫീസിലെത്തിയാൽ വർക്കിന്റെ ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. വൈകുന്നേരം വീണ്ടും തിരിച്ച് ട്രാഫിക് എല്ലാം ക്രോസ് ചെയ്ത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയിട്ട് അടിപിടിച്ച് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. ടയേർഡ്, കുറെ നേരം ഫോണിൽ സ്ക്രോൾ ചെയ്യുക, കുറെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുക, ഉറങ്ങുക. ഇത് പലർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ഇത് പ്രത്യേക സ്കില്ലൊന്നും വേണ്ട ആക്ടിവിറ്റി അല്ലല്ലോ, കാരണം ഇതെല്ലാം നമ്മുടെ പലരുടെയും ലൈഫിൽ നടക്കുന്ന സംഭവമാണ് ഇൻ ഡെയിലി ബേസിസ്. അങ്ങനെ വന്ന് ശനി ഞായറും. പക്ഷെ വീക്കെൻഡിൽ നമ്മൾ വീണ്ടും ബിസിയാണ്, കാരണം വീക്കെൻഡിലാണ് നമുക്ക് ദാറ്റ്സ് വെൻ വി ലീവ് അറ്റ്ലീസ്റ്റ് ഇൻ അവർ ഹെഡ്സ്. അപ്പോഴാണ് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുക, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് സ്റ്റാറ്റസ് ഇടാൻ പറ്റുക. കാരണം അന്ന് 2 ദിവസം നമുക്ക് ഫ്രീ ഉള്ളൂ. ഞായറാഴ്ച വൈകുന്നേരം വീണ്ടും ചെറിയ രീതിയിൽ ആൻസൈറ്റി തുടങ്ങും, കാരണം തിങ്കളാഴ്ച വീണ്ടും വർക്ക് തുടങ്ങും. സെയിം ലൂപ്പ്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ, ഗ്രേ ഹെയർ, സ്ലീപ്പ് ഡെറ്റ്, ഉറങ്ങാനുള്ള സമയമില്ല, ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. ഫാമിലിയിൽ നിന്ന് മാറി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വല്ലപ്പോഴൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിനെയൊക്കെ ഒരു വർഷം കാണുന്നത് എനിക്ക് തോന്നുന്നു 5-6 തവണ ആയിരിക്കും. ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് ഉള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ. അതിന്റെ ഒപ്പം ആൾക്കാര് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും നാട്ടിലും എവിടെയാണെങ്കിലും എല്ലാവർക്കും ഒരു ഫ്രസ്ട്രേഷൻ ആണ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ. പരസ്പരം ഷോർട്ട് ടെമ്പർ, എന്തോരം ഇൻ ഫാമിലി മർഡേഴ്സ് ഇപ്പൊ നടക്കണം. അതായത് ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, അച്ഛൻ അമ്മേനെ കൊല്ലുന്നു, അമ്മേനെ അച്ഛനെ മക്കള് കൊല്ലുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചൊരു കഴിഞ്ഞൊരു വർഷമൊക്കെ ആയിട്ട് ഇതിന്റെ നമ്പേഴ്സ് എല്ലാം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കാര്യം നോക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും, കഴിഞ്ഞ കഴിഞ്ഞ കമ്പനിയിലും അതിന് മുമ്പ് ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന കമ്പനിയിലും എനിക്ക് കിട്ടിയിരുന്ന സാലറിനേക്കാളും കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ സാലറി. പക്ഷേ എന്റെ അന്നത്തെ ചെലവും ഇന്നത്തെ ചെലവും തമ്മിൽ ഞാൻ ചെലവ് സ്പെൻഡ് ചെയ്യുന്ന പേഴ്സൻറ്റേജിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം സാലറി കൂടുന്തോറും നമുക്ക് കൺസ്യൂം ചെയ്യാനും അതിനനുസരിച്ച് പല കാര്യങ്ങളുണ്ട്. സോ എന്റെ ബാങ്ക് ബാലൻസ് അപ്പോഴും ഇപ്പോഴും ഒന്ന് തന്നെയാണ്, അത് മുകളിലേക്ക് പോകുന്നില്ല. എന്നാൽ സാലറി കൂടുന്നുണ്ട്. ഞാൻ അതിന്റെ റീസൺസിലേക്ക് നോക്കുമ്പോൾ എന്റെ സ്പെൻഡിങ്ങിൽ കൂടുതലും പോകുന്നത് ഒന്ന് കൺവീനിയൻസ് ഫീ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഓട്ടോയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുന്നത് വളരെ കുറവായിരിക്കും. വല്ലപ്പോഴും ബസ്സൊക്കെ കിട്ടിയില്ലെങ്കിലാണ് ഓട്ടോയിൽ പോവാറ്. ഇപ്പൊ ജോലിക്ക് പോകണമെങ്കിൽ റാപ്പിഡോയിലും ഇതിനകത്തൊക്കെ ഓട്ടോ ബുക്ക് ചെയ്താണ് പോവുക. ഒരു ദിവസം എനിക്ക് ഓഫീസിൽ പോയിട്ട് വരണമെങ്കിൽ ഇവിടെ 240, 200 ആ ഒരു റേഞ്ച്, 500 അടുത്ത് എന്തായാലും. അങ്ങനെയുള്ള പല പല സബ്സ്ക്രിപ്ഷനും കാര്യങ്ങൾ പോലെയുള്ള പല പല എന്താ പറയാ കൺവീനിയൻസ് ഫീയും നമ്മൾ ഒരുപാട് ചെലവാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇതിന്റെ മെയിൻ കാരണം ഒരു കാരണമാണ്. പിന്നെ അതിന്റെ ഒപ്പം ഞാൻ വായിച്ചൊരു സാധനമാണ് ഹെഡോണിക് ട്രെഡ്മിൽ. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ പുതിയൊരു ഫോൺ മേടിച്ചാലും പുതിയൊരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നാലും മാക്സിമം ഒരാഴ്ച, അത് കഴിഞ്ഞ് നമ്മള് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരുന്നോ അതിലേക്ക് തിരിച്ചു വരും. അതായത് ആ ഒരു സാധനം മേടിച്ചുകൊണ്ട് പുതിയൊരു ഹാപ്പിനെസ് ലോങ് ടൈമിലേക്ക് കൂടെ നിൽക്കുന്നില്ല. അതായത് ട്രെഡ്മില്ലിൽ ഓടുന്ന മാതിരി എന്തോരം വേണമെങ്കിലും ഓടാം, പക്ഷെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നിൽക്കുന്നിടത്ത് തന്നെ ആയിരിക്കും നിൽക്കുക. എന്റെ കാര്യത്തില് അത് 100% കറക്റ്റാണ്. അതിനോട് പാരലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. സാലറി കൂടുന്നതിന്റെ ഒപ്പം പറയാവുന്ന കാര്യമോ, 80,000 രൂപയുടെ സാധനം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് മാസം 4,000 രൂപയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ 4,000 രൂപ ഉള്ളൂ മാസം, പക്ഷെ സാധനത്തിന് 80,000 രൂപയാണ്. ഞാനപ്പോ അതിന്റെ ഒപ്പം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇനി ഫോൺ കളഞ്ഞു പോവോ അല്ലെങ്കിൽ ഡിസ്പ്ലേ എല്ലാം പോയി ശരിയാക്കാൻ പറ്റാതെ ആവോ ചെയ്യാതെ ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്യില്ല. കാരണം എനിക്ക് എങ്ങനെയാണ് സംസാരിക്കണമെങ്കിൽ ഈ ഫോൺ മതി, എല്ലാ കാര്യങ്ങൾക്കും ഇതിന്റെ ആവശ്യമുള്ളൂ.
എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല, നമ്മള് 80,000 രൂപ കൊടുത്തൊരു ഫോൺ മേടിക്കുന്ന എന്തിനാണ്? നമ്മൾ വലിയ വല്ല ക്രിയേറ്റേഴ്സോ ഫിൽം മേക്കേഴ്സോ ഒക്കെ ആണെങ്കിൽ വീണ്ടും പിന്നെയും കാരണമുണ്ട്. സോ നമ്മൾ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ്, നമ്മളിനി ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാം. അതായത് മറ്റാരും ഇത്, ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മറ്റാരും കാണുന്നില്ലെങ്കിൽ എനിക്കത് വേണോ വേണ്ടോ എന്നുള്ളത്. സോ ലൈഫ് സ്റ്റൈൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റുപ്പിഡിറ്റി ആയി അറ്റ്ലീസ്റ്റ് എനിക്ക് എങ്കിലും തോന്നി തുടങ്ങി. അതിനിപ്പോ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ? നമ്മളെല്ലാവരും ഈ ഒരു റാറ്റ് റേസിന്റെ പാർട്ടായിട്ട് എല്ലാ ദിവസവും പോകുന്നു വരുന്നു, കുറച്ചാളയുമ്പോൾ മരിച്ചു പോകുന്നു. സോ ഈ ഇൻസ്റ്റഗ്രാമിലും റീൽസിലൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്തവർ കാണിക്കുമല്ലോ, മൗണ്ടൻ ലൈഫ്, മൗണ്ടൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അവിടെ പോയി താമസിക്കുക. എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഇവര് ഈ പോകുന്നവർ അങ്ങനെ പോയിട്ട് ആ ആക്ടിവിറ്റീനെ തന്നെ എന്താ പറയുക, മോണിറ്റൈസ് ചെയ്യുവാണ്. അതായത് ഞാൻ ഇതാ മൗണ്ടൻ ലൈഫ് ഇങ്ങനെ ജീവിക്കുന്നു എന്നും പറഞ്ഞ് ആ ആക്ടിവിറ്റി തന്നെയാണ് അവര് എന്താ പറയുക മോണിറ്റൈസ് ചെയ്യുന്നത്. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. അതല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അങ്ങനെ എല്ലാം വിട്ട് മൗണ്ടൻ ലൈഫ്, പീസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ഓൾറെഡി നമ്മുടെ ഷോൾഡേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ബേർഡൻ എല്ലാവർക്കും ഉണ്ടാവും, അല്ലേ? സോ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് ഇനി പോയി എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മേ ബി നമുക്ക് ഈ സിസ്റ്റമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു റീഡിസൈൻ ചെയ്യാം. ഈ സക്സസ് എന്ന് പറയുന്ന സാധനം സൊസൈറ്റി പറയുന്ന ആ ഒരു സാധനമാണോ, അതോ പേഴ്സണലി നമ്മുടേതായ ഒരു എക്സ്പ്ലനേഷൻ അതിന് കണ്ടെത്തുന്നതാണോ നല്ലതെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ നാളെ ജോലി വിട്ട് ഓടിയും കൂടെ പോകാൻ പറ്റില്ല. മേ ബി സ്ലോലി ഈ സിസ്റ്റോടുള്ള റിലേഷൻഷിപ്പ് മേ ബി റീഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. മേ ബി ഇതെല്ലാം മനസ്സിലാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. സോ ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ഔട്ട്. താങ്ക് യു.